കേരള സംസ്ഥാനത്തിൻ്റെ പേരിന് മാറുകയാണ്. ഇനി കേരള എന്നല്ല, കേരളം എന്നായിരിക്കും. ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ആ പ്രമേയത്തിന് ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഷംസുദ്ദീൻ MLA പ്രമേയത്തെ എതിർക്കുന്നില്ലെന്നും എന്നാൽ ചില ഭേദഗതികൾ ആവശ്യമാണെന്നും പറയുകയും ആ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷംസുദ്ദീൻ്റെ ആ പ്രസംഗത്തിലേക്ക്. ശ്രീ എൻ ഷംസുദ്ദീൻ, അങ്ങേക്ക് പ്രമേയത്തിനുള്ള ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തിൻ്റെ അന്തസത്തയെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. സർ, ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി അയച്ചതാണ്. ആർക്കും ഇവിടെ ഒരു വിയോജിപ്പുണ്ടായിരുന്നില്ല. ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. നമ്മൾ മലയാളത്തിൽ കേരളം എന്ന് വിളിക്കും. സായിപ്പ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഭാഷയിൽ കേരള എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്തു. ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, കാലിക്കറ്റ് കോഴിക്കോടായി എന്നതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഇപ്പോൾ ഇവിടെ പലരും ഗണപതി വട്ടം മോഡൽ പേര് മാറ്റി ഒന്നുമല്ല ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം ആക്കണം എന്നുള്ള പുതിയ ആശയക്കാരുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പരിപാടിയും ഇതിനകത്തില്ല. ഇത് വളരെ ലളിതമാണ്. പക്ഷെ സർ, ഈ ലളിതമായ സംഗതി നടത്തണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ പാസ്സാക്കി അയച്ച പ്രമേയത്തിൽ അനാവശ്യമായി നമ്മൾ ആവശ്യപ്പെട്ടു 8ാം പട്ടിക കൂടി ഷെഡ്യൂൾ 8 കൂടി ഭേദഗതി ചെയ്യണമെന്ന്. ഷെഡ്യൂൾ 8 എന്ന് പറയുന്നത് അംഗീകൃത ഭാഷകളെ സംബന്ധിച്ചാണ്. അവിടെ ഒരു തർക്കമില്ല. വളരെ കൃത്യമായി മലയാളം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല 33 ഭാഷകൾ ഈ അംഗീകൃത ഭാഷാ പട്ടികയിൽ കയറാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. ആ സമയത്ത് ആ പട്ടിക കൂടി പോയി റീഓപ്പൺ ചെയ്യണം എന്ന ഒരു വാദം വന്നതുകൊണ്ടാണ് നമ്മുടെ പ്രമേയം അതേ വഴി തിരിച്ചു വന്നത്. അപ്പോൾ അതിന് കാരണക്കാരായവരാരാണ്? ഇത് തയ്യാറാക്കി തരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രമേയം എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. ഇത് തയ്യാറാക്കി തരുന്നവർ വല്ലാത്തൊരു അപരാധമാണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. അനാവശ്യമായി ഒരു ഷെഡ്യൂള് ഭേദഗതി ചെയ്യണമെന്ന് ഈ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു പ്രമേയത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മ തന്നെയാണ്. ഞങ്ങൾ ആരും അത് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തർക്കിക്കേണ്ട പ്രശ്നമില്ല. കേരളം എന്നാക്കി മാറ്റണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അനാവശ്യമായി ഭരണഘടനയുടെ 8ാം ഷെഡ്യൂള് റീഓപ്പൺ ചെയ്യണം, ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രമേയം പാസ്സാക്കി. അപ്പോൾ അത് എഴുതി തന്നവരടുത്ത് വന്ന, ആ പ്രമേയം തയ്യാറാക്കിയവരടുത്ത് വന്ന വീഴ്ചയാണ് വീണ്ടും അവിടുന്ന് തിരിച്ചു വരാനും നമ്മൾ ഇതിങ്ങനെ തിരുത്തി കൊടുക്കാനും ഇടയായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ്. സാർ, ഇതിവിടെ ഒന്ന് മാത്രമാണ് ഭേദഗതി ചെയ്യേണ്ടത്. 8ാം പട്ടികയിൽ കൃത്യമായിട്ട് മലയാളം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ 1ാം പട്ടിക ഭേദഗതി ചെയ്യണമെങ്കിൽ അത് 3ാം ഷെഡ്യൂൾ പ്രകാരമുള്ള ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് പ്രകാരം പ്രസിഡന്റ് നമ്മളോട് ആവശ്യപ്പെടണം. അതിന് വേണ്ട ഭേദഗതികൾ വരുത്തണം. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? സായിപ്പ് ഉപയോഗിച്ച ഭാഷ കൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഇതിൽ വേറെ ഒരു പുതിയ കണ്ടെത്തലോ പുതിയ പ്രശ്നങ്ങളോ അല്ല. കേരളം എന്നാണ് നമ്മുടെ മാതൃഭാഷയെ വളരെ കൃത്യമായി മലയാളത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ പേര് പറയേണ്ടത്. സാർ, അപ്പോൾ അതിനനുസരിച്ച് ഒരു ഭേദഗതി ഞാനിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തിൻ്റെ ഘടന മാത്രമാണ് മാറ്റുന്നത്. ഈ ഘടനയിൽ ഇപ്പോഴും അനാവശ്യമായ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കേണ്ടായി, എന്നിട്ട് പിന്നെ നവംബർ 1 തന്നെയാണ് നമ്മളെ പിറവി ദിനം എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഘടനാപരമായ ഒരു പോരായ്മയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാമധേയം മലയാളത്തിൽ കേരളം എന്നാണ്. ഭാരതത്തിൻ്റെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് 56 നവംബർ 1 കേരളപ്പിറവി ദിനവും നവംബർ 1 തന്നെയാണ്. രൂപീകരിച്ച ദിനം തന്നെ ആവുമല്ലോ 1 വരിക എന്നതിനു പകരം നമ്മൾ ചേർക്കേണ്ടത് ഭാഷാടിസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി 956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. മലയാള ഭാഷയിൽ കേരളം എന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഇത് കേരള എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല രേഖകളിലും കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നായി പ്രയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇവ പൂർണ്ണമായും തിരുത്തി കേരളം എന്ന കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 1ാം പട്ടികയിൽ സംസ്ഥാനങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിടത്ത് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതു മാറ്റി കേരളം എന്നാക്കി കിട്ടേണ്ടത് ഈ സംസ്ഥാനത്തിൻ്റെ ന്യായമായ ആവശ്യമാണ്. ഇക്കാര്യത്തിനായി ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരമുള്ള നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ
കേരള നിയമസഭ, പിന്നെ ബാക്കി ഈ പ്രമേയത്തിൽ പറയുന്നത് തന്നെ കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു എന്നാക്കി മാറ്റുന്നതായിരിക്കും പ്രമേയത്തിന്റെ കൃത്യമായ ഫോക്കസിനും അതുപോലെ തന്നെ കൃത്യമായ എക്സ്പ്രഷനും നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ഇവിടെയുള്ള ഒരു ഭേദഗതി സർ. അത് അംഗീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഇനി ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് വേണം ഈ നിരുപദ്രവകരമായ ഏറ്റവും ലളിതമായ ഈ ഒരു സംഗതി നടപ്പായി കിട്ടണമെങ്കിൽ. അതുകൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മാറ്റിയാൽ നന്നായിരിക്കും എന്ന ഒരു ഭേദഗതി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്.